മൃത്യുവിനെ പോലും തടഞ്ഞ ശിവൻ. ശിവനെ ഒരാൾ ഹൃദയത്തിൽ നിന്ന് വിളിച്ചാൽ അവൻ വരാതെ പോയ കഥ ഉണ്ടോ? പക്ഷേ ഒരിക്കൽ മരണം കയ്യിൽ പിടിച്ചു നിൽക്കുന്ന സമയത്താണ് ഒരു കുട്ടി അവനെ വിളിച്ചത്. ആ കുട്ടി മാർക്കണ്ഡേയൻ. ചെറിയ കുട്ടി, പക്ഷേ ഭക്തി. ആ വയസ്സിന് തോന്നാൻ പോലും പാടില്ലാത്ത വിധം ദൈവസ്നേഹം. ജനിച്ച ദിവസത്തുനിന്നും തന്നെ അവന്റെ വിധി എഴുതിയിരുന്നു, വെറും 16 വയസ്സുവരെ മാത്രം ജീവിക്കാം. പക്ഷേ അവൻ ഓരോ ദിവസവും പ്രഭാതം തുടങ്ങുന്നതിനു മുൻപ് തന്നെ ശിവന്റെ ക്ഷേത്രത്തിൽ എത്തും. പാടും, ചൊല്ലും, ശിവനെ മനസ്സിൽ കൊത്തിവെക്കും. അവന്റെ 16ാം പിറന്നാൾ അവസാന ദിവസം മരണദൂതന്മാർ എത്തി. കുട്ടി ഭയന്നില്ല. അവൻ ക്ഷേത്രത്തിനുള്ളിൽ കുതിച്ചു. ശിവലിംഗത്തെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ശിവ, എനിക്ക് ഇനിയൊന്നും അറിയില്ല. നീ ഉണ്ടെന്നൊരു സത്യമാണ് എനിക്ക് ബാക്കിയുള്ളത്. അവന്റെ ആ നിലവിളി പർവ്വതങ്ങൾ പോലും കേട്ടു. ശിവൻ കണ്ണു തുറന്നു. മരണദൂതന്മാർക്കെതിരെ ശിവൻ എത്തിയപ്പോൾ കയ്യിൽ ത്രിശൂലം, ശബ്ദത്തിൽ ഇടിമുഴക്കം. ഇവൻ എന്റെ ഭക്തനാണ്. അവന്റെ ഹൃദയത്തിൽ ഞാൻ പാർക്കും. മൃത്യുവിന് അവിടെ കടക്കാൻ കഴിയില്ല. അന്നു ശിവൻ യമനെയും പിന്തള്ളി. മാർക്കണ്ഡേയൻ മരിച്ചില്ല. കാലത്തെയും മൃത്യുവിനെയും താണ്ടി അവൻ ഇന്നും ജീവിക്കുന്നു. ശിവന്റെ കൃപയിൽ. ശിവനെ ഹൃദയത്തിൽ വിളിച്ചാൽ മരണവും പിന്നോട്ടു പോകും. അവൻ ദൂരെയല്ല, നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്.